എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിൻ്റെ വിഷു സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യലായിട്ട് നമ്മളൊരു ക്യാബേജ് തോരനാണ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ സദ്യക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു തോരനാണ് ക്യാബേജ് തോരൻ. ഏത് സീസണിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഒരു ലീഫി വെജിറ്റബിളാണ്, വളരെയധികം പോഷകങ്ങൾ നിറഞ്ഞതാണ്. മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ക്യാബേജ് തോരൻ. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഒരു മിക്സഡ് ക്യാബേജ് തോരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും സദ്യയിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഒരു കസിനാണ്. ആൾ കുറച്ച് പാചകമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പാചകങ്ങൾക്ക് വരുമ്പോൾ ഞാനിങ്ങനെ പോയി നോക്കിയിരിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ആളുടെ അടുത്ത് നിന്ന് കിട്ടിയ ആളുടെ ഒരു സ്പെഷ്യലാണ് ഈ ക്യാബേജ് തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് കിട്ടിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം, അതായത് 1/2 കിലോൻ്റെ ക്യാബേജ് എടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ മുറിച്ചിട്ട് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുക്കാൻ സമയമുള്ളവർ അത് അരിഞ്ഞിട്ടാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ഒണിയനാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത്, ചെറുതാക്കി നുറുക്കിയിട്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരമാണ് വേണ്ടത്. ഞാനൊരു 3/4 കപ്പ് നാളികേരം, ഈ ഒരു അളവിന് 3/4 കപ്പ് നാളികേരം ചെറുതായിട്ടൊന്ന് ഞാൻ ഈ ക്യാബേജ് അരിഞ്ഞ ചോപ്പറിൽ തന്നെ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ അതിനകത്തുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊടിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ നേരിട്ട് ചിരകി ചെറുതായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചേർത്തോളൂ, ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് ഞാൻ ഒന്നും പ്രത്യേകിച്ച് ചേർത്തിട്ടില്ല. ഇതിൽ ജീരകം, പച്ചമുളക്, കറിവേപ്പിലൊന്നും നാളികേരത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, ഓയിൽ, കടുക്, ഉഴുന്നുപരിപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. കളർ വേണ്ടവർ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഈ ഒരു വൈറ്റിഷ് കളറിൽ ഇരിക്കണം എന്നുള്ളൊരു മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ നാളികേരത്തിന് നാളികേരം, അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇത് ഒരുവിധം നന്നായിട്ട് തിരുമ്മി തന്നെ മിക്സ് ചെയ്യണം. ഇതിന് ശേഷം നമ്മൾ ഒരു 5-10 മിനിറ്റ് വച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരണ അത്ര നേരം വച്ചിരുന്നാലും മതി. അപ്പോൾ ഞാനിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ഇതാ ലാസ്റ്റ് അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അധികം സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 5 to 7 മിനിറ്റ്സിൽ തന്നെ ഇത് റെഡിയാകും. പിന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് ശരിക്കും അടുക്കി പിടിക്കും. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ 2 times ഒഴിച്ചത്. അതിൽ കൂടുതൽ ഒഴിച്ചാലും ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷെ നമ്മളുടെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ അത്ര നല്ലതല്ല ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കണത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ക്യാബേജ് തോരൻ ഒന്ന് റെഡിയാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.